മീഡിയ സിറ്റി AT-1 ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലെ മികച്ച നടി പൗളി വത്സൻ. മികച്ച നടി പൗളി വത്സൻ ഷോർട്ട് ഫിലിം അകലെയാണെങ്കിൽ. ഷോർട്ട് ഫിലിം അകലെയാണെങ്കിലും ആ പുരസ്കാരം കൂടെ ഏറ്റുവാങ്ങാൻ മേഡത്തെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. മീഡിയ സിറ്റി AT-1 ഷോർട്ട് ഫിലിം അവാർഡ് 2024. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട കലാകാരന്മാരെ, കലാകാരികളെ, ആസ്വാദകരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരുപാട് നാടകങ്ങൾ ഇവിടെ കളിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ട് എനിക്കൊരു നാടകത്തിൽ അഭിനയിച്ചതിനുള്ളൊരു പുരസ്കാരം കിട്ടുന്നത് 18 വയസ്സിലാണെന്ന് തോന്നുന്നത്. ഇവിടെ ട്രാൻസ്പോർട്ടുകാരുടെ ഒരു നാടക മത്സരം ഉണ്ടായിരുന്നു. അതിന് അവാർഡ് കിട്ടിയത് വളരെ പഴക്കമുള്ള നടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് കിട്ടിയ വേഷം കൊണ്ട് എന്തായാലും ആ അവാർഡ് എനിക്കാണ് കിട്ടിയത്. അത് തന്നത് ആറന്മുള പൊന്നമ്മ എന്ന സിനിമാ നടിയാണ്. ആദ്യമായിട്ടൊരു സിനിമാ നടിയെ കാണുന്നതാണ്. അന്നൊരു സിനിമാ മോഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഉണ്ടായിരുന്നില്ല. ഒരു സുപ്രഭാതത്തിൽ സിനിമയിലേക്ക് വന്നതാണ്. 37 വർഷം നാടകം കളിച്ചതിന് ശേഷം ഒരു സിനിമയിലേക്ക് അഭിനയിക്കാനൊരു ചാൻസ് വരികയും കിട്ടിയതെല്ലാം നല്ല നല്ല വേഷങ്ങളാണ്. 92 സിനിമ എനിക്ക് ചെയ്യാൻ പറ്റി. ഒരു ചെറിയ വേഷമാണെങ്കിലും അത് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ എനിക്ക് സാധിച്ചത് നാടകത്തിൽ നിന്നുള്ള വളർച്ച കൊണ്ടാണ്. പി ജയൻ്റെ ഒപ്പം, തിരഞ്ചേട്ടൻ്റെ ഒപ്പം, എല്ലാ നല്ല നല്ല നടന്മാരുടെ ഒപ്പം തന്നെ എനിക്ക് നാടകത്തിൽ അഭിനയിക്കാൻ സാധിച്ചു. അതുകൊണ്ട് അവരുടെ എല്ലാം ഗുരുത്വം, പിന്നെ എൻ്റെ നാട്ടുകാരുടെ, അതായത് വൈപ്പിങ്ങര, എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഒരു TV അല്ലെങ്കിൽ ഒരു ചാനൽ പരിപാടി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ നാട്ടുകാരനായ സുഭാഷ് എന്ന ക്യാമറാമാൻ്റെ മുമ്പിലാണ്. പുള്ളിയാണ് എന്നെ ഒരു ഇത് ചെയ്യാനെടുത്ത് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടി വിളിക്കുന്നതും എൻ്റെ ഒരു ആൽബം, ഒരു ദിവസത്തെ ഒരു ആൽബം ഇറക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ഒന്നും ഞാൻ സിനിമയിൽ അഭിനയിക്കുമെന്ന് തോന്നിയതല്ല. 75 കാലഘട്ടത്തിൽ മമ്മൂക്കയുടെ ഒപ്പം ഇപ്പം എൻ്റെ കൂടെ അഭിനയിച്ച് അവാർഡ് കിട്ടിയ ബാലേന്ദ്രനും മമ്മൂക്കയും ഞാനും ഒക്കെ ആയിട്ട് ഒരു നാടകം ചെയ്ത്, സബർമതി എന്ന നാടകം. അത് മമ്മൂക്ക വളരെ വർഷങ്ങൾക്ക് ശേഷം 2008 ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ വന്നത്, അണ്ണൻ തമ്പി എന്ന സിനിമയിലേക്ക്. അത് വന്നപ്പോൾ മമ്മൂക്ക അത് ഓർത്ത് എന്നെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത്. അപ്പോഴാണ് ഞാൻ മമ്മൂക്കയ്ക്ക് ഇത്രയും ഓർമ്മശക്തിയുള്ള ആളാണെന്ന് വിചാരിച്ചത്. കാരണം ഞാൻ ഒരുപാട് മാറിപ്പോയിട്ടുണ്ടായിരുന്നു ആ കാലഘട്ടത്തിനേക്കാളും. അപ്പോൾ എന്നെ മനസ്സിലാകുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് ഞാൻ പുള്ളിനോട് സംസാരിക്കാൻ ചെയ്തില്ല. പക്ഷെ പുള്ളി എന്നെ വിളിച്ച് സംസാരിക്കാൻ ചെയ്തത്. എന്താണോ താൻ എന്നെ കണ്ടിട്ട് മിണ്ടാതെ പോയത്, ഞാൻ എല്ലാവരും കൂടി നാടകം കളിച്ച കാര്യം ഞാൻ എപ്പോഴും എൻ്റെ ആത്മകഥ വന്നപ്പോൾ ഞാനത് എഴുതിയിട്ടുണ്ടായിരുന്നു, ഫോട്ടോ സഹിതം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മമ്മൂക്ക എന്നെ ഇപ്പോൾ ചിലപ്പോൾ അറിഞ്ഞില്ലെങ്കിലാന്ന് ഓർത്തിട്ടാണ് ഞാൻ പറയാതിരുന്നത്. പക്ഷേ അന്ന് ഇപ്പോൾ ഞാൻ മമ്മൂക്കയോട് ഒരു 5-6 സിനിമകളൊക്കെ ചെയ്ത് വളരെ സന്തോഷത്തോടുകൂടി തന്നെ ഇപ്പോൾ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ശ്രീലക്ഷ്മിയുടെ കൂടെ ഞാൻ ആദ്യ രാത്രി എന്നൊരു സിനിമ ചെയ്ത്. പിന്നെ സീരിയലുകാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സീരിയലൊക്കെ ഇങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ ഇവിടെ വന്ന സീരിയലിൽ അഭിനയിച്ച വിജയകുമാരി, പിന്നെ നമ്മുടെ കൃഷ്ണനായിട്ട് അഭിനയിച്ച പയ്യൻ, അങ്ങനെ കുറേ പിള്ളേർ, അവരുടെയൊക്കെ സീരിയൽ ഞാൻ കാണുന്നുണ്ട്. എനിക്ക് സീരിയൽ കാണുന്ന മനോരമ വായിക്കലാണ് എൻ്റെ പ്രധാന ഹോബി. അത് കാരണം ഞാൻ അതെല്ലാം കണ്ടിട്ടുണ്ട്. അതിൽ അഭിനയിക്കുന്ന ആൾക്കാരോടൊക്കെ എനിക്ക് ഭയങ്കര സ്നേഹവും ബഹുമാനമാണ്. ഒരു സീരിയൽ ഞാൻ ഈയിടയ്ക്ക് ചെയ്ത്, സ്നേഹക്കൂട് എന്ന് പറഞ്ഞൊരു സീരിയൽ, അതിലൊരു ബ്രോക്കറിൻ്റെ വേഷം ഉണ്ടായിരുന്നു. അത് 5 ദിവസത്തേക്ക് വേണ്ടി അവരെന്നെ വിളിച്ചാണ്. ഞാൻ പോയി. പക്ഷെ ഫസ്റ്റ് സീൻ തന്നെ എന്നെയാണ് അവർ കാണിച്ചതും പറഞ്ഞതും ഒക്കെ. എനിക്കത് വളരെ സന്തോഷമുണ്ട്. എല്ലാവരും എനിക്ക് തരുന്ന പ്രോത്സാഹനം ഞാൻ വളരെയേറെ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞേനെ, ഒരുപാട് ഡയലോഗൊക്കെ പറഞ്ഞേനെ, പക്ഷെ സമയമില്ല. എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇനിയൊരു അവസരം എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സംസാരിക്കാം, കുറേ കാര്യങ്ങളൊക്കെ പറയാം, പങ്കുവെക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ തിരിക്കുന്നു. എന്നെ ഇവിടെ വിളിച്ച മനോജ് പ്രത്യേകം നന്ദി പറഞ്ഞു. മികച്ച നടൻ ബാലചന്ദ്രൻ മുട്ടത്തിൽ ഷോർട്ട് ഫിലിം അഖിലയാണെങ്കിലും. മികച്ച നടൻ ബാലചന്ദ്രൻ മുട്ടത്തിൽ ഷോർട്ട് ഫിലിം അകലെയാണെങ്കിൽ. പ്രത്യേക ജൂറി പരാമർശം ജിനീഷ് കുറ്റിക്കാട്,
സംവിധായകൻ. ഷോർട്ട് ഫിലിം വിശപ്പിന്റെ വിളി. മികച്ച സംവിധായകൻ അനീഷ് ഗംഗാധരൻ. ആൽബം ശ്രീകുമരൻ. ആൽബം ഡിവോഷണൽ. മികച്ച ആൽബം ശ്രീകുമരൻ. നിർമ്മാണം ശരണ്യ അനീഷ്. മികച്ച പുതുമുഖ നടൻ ഉണ്ണികൃഷ്ണൻ VB. ആൽബം നിലാവസന്തം. മീഡിയ സിറ്റി 13ാമത് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലെ മികച്ച നടി ഡോക്ടർ ഭാഗ്യ പ്രദീപ്. ആൽബം കണ്ണനോട്. മികച്ച നടി ഡോക്ടർ ഭാഗ്യ പ്രദീപ്. ആൽബം കണ്ണനോട്. ഇന്നത്തെ ഈ ചടങ്ങിന്റെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ അഡ്വക്കേറ്റ് GR അനിൽ അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനിൽ കുറച്ച് വൈകിട്ടുണ്ട്. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞതാണ് കുറച്ച് വൈകും. 3 മണിക്ക് ഇവിടെ വന്ന് ഉദ്ഘാടനം നടത്തിയിട്ട് പോകാമെന്നാണ് പറഞ്ഞത്. ഞാനാണ് പറഞ്ഞത് ഒരു 6 മണിക്ക് എത്തിയത്. പക്ഷെ 6 മണിക്ക് എത്താമെന്ന് പറഞ്ഞയാൾ ഇപ്പോൾ 7:15. അത് ഇടയ്ക്കായാലും ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞ കൃത്യം 6 മണിക്ക് എന്നെ എടുക്കുന്നു. പക്ഷേ ഇപ്പോൾ മന്ത്രിയുടെ 6 മണി ഇപ്പോൾ ആയിട്ടേ ഉള്ളൂ എന്ന് നമ്മൾ കരുതണം. അദ്ദേഹത്തിനെ കുറ്റം പറയേണ്ട. ഓരോ സ്റ്റേജിൽ ചെല്ലുമ്പോൾ അവിടുത്തെ സംഘാടകർ ഉദ്ഘാടന പ്രസംഗം 2 വാക്ക് പറഞ്ഞിട്ടിറങ്ങണ്ടേ. 3 or 4 മീറ്റിംഗ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം വൈകിയത്. പക്ഷെ നമ്മൾ കുറേ പുരസ്കാരങ്ങൾ കൊടുത്തു. കുറേ പുരസ്കാരങ്ങൾ ഇനി മന്ത്രിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ഇനി അത് മുഴുവൻ ഇപ്പോൾ നടത്തും. ആദ്യമായിട്ട് അദ്ദേഹം ഈ ഭദ്രദീപം കൊടുത്തു. ഇവിടെ കടകംപള്ളി സുരേന്ദ്രനും പിന്നെ M. വിജയകുമാറും ഞാനും ഒക്കെ നമ്മളെല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ മീഡിയ സിറ്റിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും മീഡിയ സിറ്റിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ പറഞ്ഞതാണ്. മന്ത്രി ശ്രീ അനിൽ നമ്മുടെ എല്ലാ പരിപാടികളിലും നിരന്തരമായി എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കുന്നയാളാണ്. മീഡിയ സിറ്റിയെക്കുറിച്ച് അദ്ദേഹത്തിന് പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ഹി നോസ് എവരിത്തിങ്. അതുകൊണ്ട് അക്കാര്യത്തിനെക്കുറിച്ച് അദ്ദേഹം നല്ല ബോധവാനാണ്. ആദ്യമായി അദ്ദേഹത്തെ ഈ ഭദ്രദീപം കൊളുത്തി ഇത് ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഉദ്ഘാടന പ്രസംഗം 2 വാക്ക് സംസാരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി പുരസ്കാരങ്ങൾ നടത്തും. മീഡിയ സിറ്റി 12th ഫിലിം ഫെയർ അവാർഡ്സ് 2023, 13th ഫിലിം ഫെയർ അവാർഡ്സ് 2024 ഔപചാരികമായ ഉദ്ഘാടനം ഭദ്രദീപം കൊളുത്തി നിർവഹിക്കുന്നു. ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ശ്രീ GR അനിൽ അവർ മറ്റ് വിശിഷ്ടാതിഥികളെയും സദനം ഒപ്പം കൂടുതൽ ക്ഷണിക്കുന്നു.
മീഡിയ സിറ്റിയുടെ ചെയർമാൻ ശ്രീ വി സുരേന്ദ്രൻപിള്ള, വേദിയിൽ പങ്കെടുത്ത് കടന്നുപോയ MLA ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, മുൻ മന്ത്രി ശ്രീ M. വിജയകുമാർ, ശ്രീമതി IV ടീച്ചർ, മറ്റു വേദിയിലും സദസ്സിലുമുള്ള മീഡിയ സിറ്റിയുടെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മനു C. കണ്ണൂർ ഉൾപ്പെടെ ബഹുമാന്യ സുഹൃത്തുക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, 13ാമത് മീഡിയ സിറ്റി ഫിലിം ഫെയർ അവാർഡ് കഴിഞ്ഞ മണിക്കൂറുകൾ നീണ്ടുനിന്ന വിവിധങ്ങളായ പരിപാടികളോടുകൂടി നടക്കുകയാണ്. അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ 3 മണിക്ക് ഇവിടെ ചേരുന്നതാണോ നല്ലത്, 6 മണിക്ക് എത്തുന്നതാണോ നല്ലതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു 6 മണിക്ക് എത്തിയാൽ മതി. ഞാൻ 2:30 മണിക്ക് പല പരിപാടികളുമായി എൻ്റെ നിയോജക മണ്ഡലത്തിൽ പോകുന്നതിന് മുമ്പ് പോകുന്ന സമയത്ത് ഇവിടെ കയറിയിട്ട് പോകാമെന്ന് ഉദ്ദേശിച്ചാണ് ചോദിച്ചത്. നിങ്ങൾക്ക് പലർക്കും സാംസ്കാരിക സാഹിത്യ മേഖല നിൽക്കുന്നവർക്ക് ജനപ്രതിനിധിയുടെ പ്രയാസം എന്താണെന്ന് അറിയില്ല. പ്രത്യേകിച്ച് നിയോജക മണ്ഡലത്തിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങി ഇവിടെ എത്താൻ ശ്രമിക്കുന്ന സമയത്താണ് ഒരു മരണം വിവരം പറഞ്ഞത്. അത് കയറാതെ വരാൻ അത് അധ്യക്ഷനറിയാം. അപ്പോൾ സ്വാഭാവികമായും നമുക്കത് കയറാതെ വിരിഞ്ഞ് മറ്റു അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞു പോയാൽ അത് അവരെ സംബന്ധിച്ച് വലിയ പ്രയാസം ഉണ്ടാക്കുന്നതാണ്. അത് കഴിഞ്ഞ് 6 മണിക്ക് ഞാൻ മണ്ണന്തല ജംഗ്ഷനിലെത്തിയതാണ്. 1 മണിക്കൂറിലധികം സമയമെടുത്തു. ഇവിടെ വൈകുന്നേരത്തെ പീക്ക് ടൈം ആയതുകൊണ്ട് ട്രാഫിക് നല്ല തിരക്ക് ഉള്ള സമയവും മെയിൻ റോഡും ആയതുകൊണ്ടാണ് വൈകിയത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് അറിയിക്കാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ്. എന്തായാലും ഇതുപോലൊരു വേദിയിൽ താമസിക്കാൻ പാടില്ല എന്ന് അറിയാമെങ്കിലും ഈ സാഹചര്യം കൊണ്ടാണ് സംഭവിച്ചത്. മീഡിയ സിറ്റിയുടെ കഴിഞ്ഞ വർഷങ്ങളിലെ പല പരിപാടികളിലും നേരിട്ട് പങ്കെടുത്ത ഒരാളെന്ന നിലയിൽ ഇത്രയധികം കലാകാരന്മാരെന്ന് പറയുമ്പോൾ സിനിമ, സീരിയൽ മേഖലകളിൽ സമഗ്രമായ സംഭാവന നിർവഹിച്ച, വിശേഷിച്ചും ഒരു സെക്കൻഡ് ലീഡർഷിപ്പായിട്ടുള്ള 1-ാം നിരക്കാരെ ആശംസിക്കാനും അനുമോദിക്കാനും ഒരുപാട് വേദികൾ, ഔദ്യോഗിക വേദികൾ തന്നെ ഉണ്ട്. എന്നാൽ ഒരുപക്ഷെ 2-ാം നിരക്കാരെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യത്തിൽ മീഡിയ സിറ്റി വളരെ നല്ല താല്പര്യമാണ് പ്രകടിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നിരവധി കലാകാരന്മാർ, വളർന്നു വരുന്ന നമ്മുടെ നാടിന് നിരവധി സംഭാവന ചെയ്യാൻ കഴിയുന്ന വിവിധ മേഖലകളിലുള്ളവർക്ക് അനുമോദനവും അവർക്ക് ആദരവ് നൽകാനുള്ള പരിശ്രമമാണ് മീഡിയ സിറ്റി പലപ്പോഴും ശ്രമിക്കാറുള്ളത്. ആ നിലയിൽ ഇത്തവണയും നിരവധി സുഹൃത്തുക്കളെ, ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, സിനിമ അവാർഡ്, ടെലിവിഷൻ അവാർഡ്, ഇതുമായി ബന്ധപ്പെട്ട് പല മേഖലകളിൽ അതിൻ്റെ പല തട്ടുകളിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താനും അവർക്ക് അനുമോദനവും ആശംസയും നൽകാനും മീഡിയ സിറ്റി എടുത്ത ആ നല്ല പ്രവർത്തനത്തെ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി അഭിനന്ദിക്കുകയാണ്. ദീർഘമായ ഒരു പ്രസംഗം നടത്തുന്നത് ശരിയല്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇന്നിവിടെ പല മേഖലകളിൽ നിന്ന് ആദരവും അനുമോദനവും ലഭിച്ച എല്ലാ സുഹൃത്തുക്കളെയും ഏറെ സന്തോഷത്തോടുകൂടി അവർക്ക് ആശംസകൾ നേരുന്നു, എല്ലാ വിജയങ്ങളും നേരുന്നു. മീഡിയ സിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം. ഷോർട്ട് ഫിലിം 5 മിനിറ്റ്. മികച്ച നടൻ ബാലചന്ദ്രൻ മുട്ടത്തിൽ. ഷോർട്ട് ഫിലിം അകലെയാണെങ്കിലും. ഡിവോഷണൽ ഷോർട്ട് ഫിലിം. മികച്ച സംവിധായിക സുശീലകുമാരി കെ. ഷോർട്ട് ഫിലിം ശ്രീ പത്മനാഭ സ്വാതി സംഗമം.
മികച്ച ഗാനരചയിതാവ് സുശീലകുമാരി കെ. ഷോർട്ട് ഫിലിം ശ്രീ പത്മനാഭസ്വാമി സംഗമം. മികച്ച ഗായിക ബിന്ദു രവി. ആൽബം മൂകാംബിക സൗവർണിക ദേവി. മികച്ച ഗായിക തീർത്ഥ ആർ. ആൽബം ഓണമായി പൊന്നോണമായി. മികച്ച ഗായിക തീർത്ഥ ആർ. ആൽബം ഓണമായി പൊന്നോണമായി. വിഷു ബേസ്ഡ് ആൽബം. മികച്ച സംവിധായകൻ സുധീർ ഘോഷ്. ആൽബം കണി കണ്ടുണരാൻ. മികച്ച സംഗീത സംവിധായകൻ ശിവൻ ഭാവന. ആൽബം ഓണമായി പൊന്നോണമായി. മികച്ച സംവിധായകൻ കാഞ്ഞിരമ്പാറ രവി. ഡോക്യുമെന്ററി ഓർമ്മകളുടെ മധുരാക്ഷരങ്ങൾ. മികച്ച ആൽബം ഓണമായി പൊന്നോണമായി. നിർമ്മാണം ഡോക്ടർ ജയേഷ് ചന്ദ്രൻ. സ്പെഷ്യൽ ജൂറി പുരസ്കാരം തിരക്കഥാകൃത്ത് ശ്രീലകം രാജേഷ്. ഷോർട്ട് ഫിലിം താരാട്ട്. മികച്ച നടൻ ആമീൻ കാസിം. ഷോർട്ട് ഫിലിം കെടാക്കന. മികച്ച നടൻ ആമീൻ കാസിം. ഷോർട്ട് ഫിലിം കെടാക്കന. ഷോർട്ട് ഫിലിം 30 മിനിറ്റ്. മികച്ച സംവിധായകൻ ഗജേന്ദ്ര ബാബ. ഷോർട്ട് ഫിലിം വേട്ട. സഹനടൻ അനിൽ പൊയ്കവിള. ഷോർട്ട് ഫിലിം താരാട്ട്. മികച്ച ഗായകൻ അലൂഷ്യസ് പെരേര. ആൽബം പൊൻചിങ്ങ പൊട്ടുകുത്തി. മികച്ച സഹനടൻ ചന്ദ്രകുമാർ കാരേറ്റ്. ഷോർട്ട് ഫിലിം ഉന്നം. മികച്ച സ്വഭാവ നടി കൃഷ്ണലത. ഷോർട്ട് ഫിലിം അത്ഭുത വിളക്ക്. ജൂറി പരാമർശം രാധേശ്യാം. ഷോർട്ട് ഫിലിം 3 റോസസ്. എക്സലൻസ് പുരസ്കാരം നടൻ രാധാകൃഷ്ണൻ. ഷോർട്ട് ഫിലിം സ്ട്രേഞ്ചേഴ്സ്. മികച്ച ഗാനരചയിതാവ് അഭിഷ സുരഭി. ഫീമെയിൽ. ആൽബം പശി. എക്സലൻസ് നടൻ പ്രസൂൻ രാജ് PV. ഷോർട്ട് ഫിലിം സ്ട്രേഞ്ചേഴ്സ്. മികച്ച തിരക്കഥാകൃത്ത് ആതിര വയനാട് നാദിക. ഷോർട്ട് ഫിലിം 1 മണിക്കൂർ. മികച്ച സംവിധായകൻ വിഷ്ണുഗോപാൽ. മാർട്ടിന്റെ കുറ്റപത്രം.
ക്യാമറാമാൻ സിബിനെസ് നായക്. ഷോർട്ട് ഫിലിം വെളിച്ചത്തിലേക്ക്. മികച്ച ബാലതാരം പല്ലവി ഋതുചന്ദ്ര. ഷോർട്ട് ഫിലിം അകമലരി. സ്പെഷ്യൽ ജൂറി പുരസ്കാരം നടൻ അബിദാസ് കാരേറ്റ്. ഷോർട്ട് ഫിലിം ഉന്നം. ജൂറി പുരസ്കാരം സംവിധായകൻ വേണുജി കടക്കൽ. ഷോർട്ട് ഫിലിം സ്നേഹം മനോഹരം. സ്പെഷ്യൽ ജൂറി പുരസ്കാരം സംവിധായകൻ രജീഷ് കാട്ടാക്കട. ഷോർട്ട് ഫിലിം സമ്മതം. സ്പെഷ്യൽ ജൂറി പുരസ്കാരം നടൻ ശ്രീജിത്ത് മാരിയൻ. ഷോർട്ട് ഫിലിം തഥാഗതം. മികച്ച നടൻ ചന്ദ്രകുമാർ കാരേറ്റ്. ഷോർട്ട് ഫിലിം ഇരുളിൽ ഒരു മുഖം. മികച്ച ക്യാമറമാൻ അഭിജിത്ത് കനുമരത്ത്. ഷോർട്ട് ഫിലിം അകമലരി. മികച്ച സംവിധായകൻ അരുൺകുമാർ മേലതിൽ. ഷോർട്ട് ഫിലിം റോംകോം. മികച്ച ക്യാമറാമാൻ വിഷ്ണു പുതിയോട്ടിൽ. ആൽബം KB Cross 456 KM. ചിൽഡ്രൻസ് ഷോർട്ട് ഫിലിം. മികച്ച സംവിധായകൻ ശ്യാം അരവിന്ദം. ഷോർട്ട് ഫിലിം പുണ്യാഹം. മികച്ച ഗായിക ബിന്ദു രവി. ആൽബം മൂകാംബിക സൗവർണിക ദേവി. മികച്ച സംവിധായകൻ അതുൽ രാജ്. ഷോർട്ട് ഫിലിം ചുടലമാടൻ. മികച്ച രണ്ടാമത്തെ ഷോർട്ട് ഫിലിം അത്ഭുത വിളക്ക്. നിർമ്മാണം ശശിധരൻ പൃജുകുമാർ. ഷോർട്ട് ഫിലിം 20 മിനിറ്റ്. മികച്ച സംവിധായകൻ അതുൽ രാജ്. ഷോർട്ട് ഫിലിം ചുടലമാടൻ. സ്പെഷ്യൽ ജൂറി പുരസ്കാരം സംവിധാനം സന്തോഷ് പാട്ടം തലയ്ക്കൽ. ഷോർട്ട് ഫിലിം തിരുവോസ്തി. മികച്ച ബാക്ക്ഗ്രൗണ്ട് സ്കോർ വിജയ് കരുൺ. ഷോർട്ട് ഫിലിം സമ്മതം. സ്പെഷ്യൽ ജൂറി പുരസ്കാരം നടൻ അലി അരങ്ങാട്. മികച്ച ഗാനരചയിതാവ് തമ്പി ആര്യനാട്. മെയിൽ. ആൽബം ഹൃദയവും ഹൃദയവും. മികച്ച ഗായകൻ അലൂഷ്യസ് പെരേര. ആൽബം പൊൻചിങ്ങ പൊട്ടുകുത്തി. സ്പെഷ്യൽ ജൂറി പുരസ്കാരം പ്രസാദ് ചിറക്കൽ. ഷോർട്ട് ഫിലിം അത്ഭുത വിളക്ക്. മികച്ച കഥ രാജീവ് ആർ പൂന്തുറ. ഷോർട്ട് ഫിലിം താങ്ക്സ് കൊറോണ. മികച്ച ഫീമെയിൽ സംഗീത സംവിധായിക KC രമ. ആൽബം പൊന്നോണത്തേര്.
മികച്ച നടൻ ശ്യാം മുരളി, ഷോർട്ട് ഫിലിം ജ്ഞാതിക. മികച്ച സംവിധായകൻ അക്ഷയ് ദേവ് KV, ഷോർട്ട് ഫിലിം ജ്ഞാതിക. മികച്ച തിരക്കഥാകൃത്ത് ആതിര വയനാട്, ജ്ഞാതിക. മികച്ച നടി കവിഷ, ഷോർട്ട് ഫിലിം ഒരവധിക്കാലത്ത്. ഗൾഫ് കാറ്റഗറി മികച്ച ഷോർട്ട് ഫിലിം അവന്തിക, നിർമ്മാണം മെജോ കെ ആന്റണി. മികച്ച ക്യാമ്പസ് ഷോർട്ട് ഫിലിം മികച്ച സംവിധായകൻ സുൽജിത്ത് SG, ഷോർട്ട് ഫിലിം വെളിച്ചത്തിലേക്ക്. കൊറോണ ബേസ്ഡ് ഷോർട്ട് ഫിലിം മികച്ച സംവിധായകൻ പൂന്തറ ബോസ്, ഷോർട്ട് ഫിലിം താങ്ക്സ് കൊറോണ. അരുൺ കാലിക്കറ്റ് മികച്ച സംവിധായകൻ, ഷോർട്ട് ഫിലിം സ്ട്രേഞ്ചേഴ്സ്. എക്സലൻസ് പുരസ്കാരം നടൻ അക്ഷയ്, ഷോർട്ട് ഫിലിം ആദിത്യന്റെ ആദ്യ രാത്രി. മികച്ച തിരക്കഥാകൃത്ത് രാജശ്രീ KK, ഷോർട്ട് ഫിലിം സ്ട്രേഞ്ചേഴ്സ്. എക്സലൻസ് പുരസ്കാരം നടൻ അജി കൃഷ്ണപദം, ഷോർട്ട് ഫിലിം മാർട്ടിന്റെ കുറ്റപത്രം. മികച്ച നടൻ ബൈജു പൂക്കുട്ടി, ഷോർട്ട് ഫിലിം മാർട്ടിന്റെ കുറ്റപത്രം. മികച്ച സ്ക്രീൻ പ്ലേ ബൈജു നെറ്റോ, ഷോർട്ട് ഫിലിം ക്രിസ്റ്റി. മികച്ച ഗായിക ബിന്ദു രവി, ആൽബം അമരാമ സുമരാമ. മികച്ച പരിസ്ഥിതി സംരക്ഷണ ഷോർട്ട് ഫിലിം സംവിധാനം മനു വാര്യർ ചീരഞ്ചിറ, ഷോർട്ട് ഫിലിം തുരുത്ത്. മികച്ച നടി നിൻസി സേവ്യർ, ഷോർട്ട് ഫിലിം താങ്ക്സ് കൊറോണ.